ായിരുന്നത് നിങ്ങൾ ആ പരിപാടിക്ക് പോകാൻ പാടില്ല എന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഞാൻ അതേറ്റ പരിപാടിയാ, പോകാതിരിക്കാൻ കഴിയില്ല. ആ സമയത്ത് ഈ ചേളാരി വിഭാഗം പറഞ്ഞു, ആ പരിപാടിയിൽ കാന്തപുരം ഉസ്താദ് പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ ഇടത്തോടെ പറഞ്ഞു, എനിക്ക് കാണേണ്ടത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങള് കാന്തപുരം ഉസ്താദിനെ കാണുക കൂടി ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ കോഴിക്കോടേക്ക് പുറപ്പെടുമ്പോൾ കേരളത്തിന്റെ തെരുവിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാഹനം തടഞ്ഞു വെച്ചത് RSSകാരനല്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാഹനം തടഞ്ഞു വെച്ച് ഗരോവ ചെയ്തത് ഈ രാജ്യത്തെ DYFIക്കാരനല്ല. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ തലോടലുകൾ ഏറ്റുവാങ്ങിയ, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ പേര് പറഞ്ഞ് നിഷ്കളങ്കരായ മുസ്ലിം ചെറുപ്പക്കാരെ കാന്തപുരത്തെ കല്ലെറിയിപ്പിക്കുവാൻ പാകപ്പെടുത്തിയ ചേളാരി വിഭാഗക്കാരാണ്, SKSSFകാരാണ്. കേരളത്തിന്റെ കവലയിൽ പാണക്കാട് തങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തി ഗരോവ ചെയ്ത് ലോകത്തിൽ തുല്യതയില്ലാത്ത കുരുത്തക്കേട് കീശയിലാക്കിയിട്ടുള്ളത് എന്ന് മുനവ്വറലി തങ്ങൾ കേരള കൗമുദിൽ എഴുതിയ 22 കാരറ്റ് ലേഖനം, സനദിൽ യാതൊരു തകരാറുമില്ലാത്ത ലേഖനം ഉയർത്തിയിട്ടാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തിനായിരുന്നു ഇത്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇപ്പോൾ മുസ്ലിം ലീഗായിട്ടുണ്ടോ എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സുന്നികളാണ്, സുന്നികളെ മുഴുവനും സ്നേഹിക്കുന്നവരാണ്. തലക്കടത്തൂർ മഹല്ല് പള്ളിയുടെ അകത്തലങ്ങളിൽ കുനൂത്തോതുന്ന അറബിയിൽ ഖുത്ബ കേൾക്കുന്ന മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മഖബറയും ബഹുമാനപ്പെട്ട OK ഉസ്താദിന്റെ മഖബറയും സിയാറത്ത് ചെയ്യുന്ന മുസ്ലിമിന് ഒരേ മനസ്സുകൊണ്ട് കാണാൻ കഴിയുന്ന വിശാലമായ മനസ്സുള്ള ഒരു വിഭാഗം കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഭീകരവാദിയും നിങ്ങൾ കുബുദ്ധിയുമായി ചിത്രീകരിക്കുന്ന നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമയായ കാന്തപുരം ഉസ്താദിന്റെ അനുയായികളാണതെന്ന് പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. വാദപ്രതിവാദത്തിനുണ്ടോന്നാ ചോദിക്കുന്നത്. ഈ തിരൂരിൽ വെച്ച് ഞാൻ പറയുന്നു, ഫൈസി ഷായർ മുബാറക്കുമായി ഒരു വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. ഉണ്ടെങ്കിൽ കടന്നുവാ, ഞങ്ങൾ റെഡി, എപ്പോഴും റെഡിയാണ്. കാരന്തൂർ മർക്കസിൽ സൂക്ഷിപ്പുള്ളതുമായ തിരുകേശമെന്ന് നിങ്ങൾ പറയുന്നതും വ്യാജകേശമെന്ന് ഞങ്ങൾ പറയുന്നതുമായ മുടിയെ സംബന്ധിച്ച് ഒരു സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ വെല്ലുവിളി ഞങ്ങൾ 10,000 കുതിരശക്തിയോടെ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു സംശയം വേണ്ട. പക്ഷേ ഒന്നുകൂടി ഞങ്ങൾ പറയാ, തിരുകേശം എന്ന് നിങ്ങൾ നിഷേധിച്ചത് മർക്കസിലെ തിരുകേശം മാത്രമല്ല, എല്ലാ കേശത്തെയും നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം അവിടെ ചർച്ചയ്ക്ക് വരും. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. എല്ലാം വരും. രാവിലെ ഞമ്മക്ക് മർക്കസ് മാത്രം, ഉച്ചന്റെ ശേഷങ്ങൾ നിഷേധിച്ച ബാക്കിയല്ല. തയ്യാറുണ്ടോ? 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 ഒന്നുകൂടി പറഞ്ഞുതരാം. രാവിലെയും വൈകുന്നേരം 2 സെഷൻ വാദപ്രതിവാദത്തിന്. രാവിലത്തെ ചർച്ച മർക്കസിലെ മുടി മാത്രം, ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ നിഷേധിച്ച മറ്റു മുടികളും. തയ്യാറുണ്ടോ? 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 ഇത് താജുൽ ഉലമയുടെ മക്കളാണ് മക്കളെ. തയ്യാറുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? അതിന് ഉത്തരം പറയണം. ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഞങ്ങൾ അത്രയും പറഞ്ഞില്ലേ. രാവിലെ ഒരു ദിവസം 2 സംവാദം. രാവിലെ മർക്കസിലെ മുടി മാത്രം, ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ നിഷേധിച്ച മറ്റു മുടികൾ. ആണത്തമുണ്ടോ? ആർജവമുണ്ടോ? തന്റേണമുണ്ടോ? ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. വെല്ലൂരിലെ മുടി പിന്നെ ശരിയായ മുടിയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? കൊടുക്കി ഉണ്ട്. അതിന്റെ സനത് നിങ്ങൾ കണ്ടുക്കണോ? കണ്ടുക്കണോ? കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് അത് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് വിശ്വസിക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ആദ്യം മുതലേ നേത്രവയൽ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പറഞ്ഞു. എന്നാ വേറൊരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഇത് റസൂലുള്ളാഹിന്റെ പറഞ്ഞിരിക്കണ്. ഖലാസ്, പോരെ, തീരുമാനമായി. പിന്നെന്താ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. നിങ്ങളെ സമസ്ത പറഞ്ഞുകൊണ്ട് വെല്ലൂരത്തെ ഞങ്ങളും സമ്മതിക്കുക, ഞങ്ങളെ സമസ്ത പറഞ്ഞുകൊണ്ട് മർക്കസ് ഒക്കെ ആലിമീങ്ങളല്ലേ. ഈ ബാവുസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, കുട്ടിയെ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു കളവ് പറയും. ഈ ഉസ്താദ് നിനക്ക് വിശ്വാസം ഉണ്ടോ? മനസ്സറിഞ്ഞു പറ. ഉണ്ടോ? ഇല്ല.
അങ്ങനത്തെ 40 ആലിമീങ്ങളാ കുട്ടി അത് റസൂലുള്ളാന്റെ മുടിയാന്ന് പറഞ്ഞത്. അങ്ങനത്തെ 40 എണ്ണം, അങ്ങനത്തെ 40 എണ്ണം പടച്ചോനെ മറന്നുകൊണ്ട് സംസാരിക്കരുത്. ഞാൻ പറയട്ടെ, അള്ളാനെ മറന്നുകൊണ്ട് സംസാരിക്കരുത്. ആ സമസ്തയിലുള്ളതും ആലിമീങ്ങളാണ്, ഈ സമസ്തയിലുള്ളതും ആലിമീങ്ങളാണ്. നന്നായി ദർസ് നടത്തണ, തഹജ്ജുദ് നിസ്കരിക്കണ, വിത്ർ നിസ്കരിക്കണ ബഹുമാനപ്പെട്ട താജുൽ ഉലമ രാത്രി 1 മണിയായാലും വിത്ർ 11 റക്അത്ത് നിന്ന് നിസ്കരിക്കണ സയ്യിദമനെ ഒന്ന് മൈക്കിൽ അത് വായിക്കാൻ മാത്രം, വായിക്കാത്ത പണി പറ്റൂല. അത് വായിക്കണം, വായിച്ചേ നിങ്ങളെ വിടൂ. ഞങ്ങൾ വായിക്കും. മുഹമ്മിനിന്റെ തീക്ഷണ വൈകാരികത ചൂഷണം ചെയ്യാൻ 100 നുണക്കഥകൾ കെട്ടിച്ചമച്ച് വ്യാജ വസ്തുക്കൾ. ബാക്കി വായിക്കണം, നിങ്ങളെ വിടൂല. എസ്കന്റെ സ്വഭാവം വായിക്കും. വ്യാജ വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകളാണെന്ന് വാദിച്ച് മുസ്ലിം സാധാരണക്കാരെയും ശുദ്ധഗതിക്കാരെയും മഹാപാവങ്ങളെയും വഞ്ചിച്ചു കീശ വീർപ്പിക്കാനുള്ള ശ്രമങ്ങൾ എക്കാലത്തും ലോകത്തിന്റെ പലയിടങ്ങളിലും കൊണ്ടുവരാറുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും ഇത്തരം വ്യാജ തിരുശേഷിപ്പുകൾക്ക് കയ്യും കണക്കുമില്ല. ഇത് മറുപടി പറയാൻ തയ്യാറാവണം. ഇന്ത്യയിലെ ഒരു വിശദീകരണം വേണ്ട. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ള തിരുകേശങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്ന് പറഞ്ഞാൽ അത് മർക്കസിൽ ഷെയർബാർക്ക് മാത്രമാണോ? അല്ല. ഇതര സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കേരളം മാത്രമല്ല, എല്ലാം നിങ്ങൾ നിഷേധിച്ചു.